ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1629. ഇന്ന് ജൂൺ മാസം 16-ാം തീയതി 168-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. ജൂൺ മാസം അതിന്റെ പാതി കഴിഞ്ഞു. അവസാന പാതിയിലേക്ക് എത്തുമ്പോൾ ജൂണിന്റെ പ്രത്യേകത 12 സ്ലീഹന്മാരെ നമ്മൾ ആദരവോടെ അനുസ്മരിക്കുന്നു എന്നാണ്. ആ 12 സ്ലീഹന്മാരുടെ പെരുന്നാൾ ദിനമാണ് ജൂൺ മാസം 30-ാം തീയതി. അവരിൽ തന്നെ കുറച്ചുകൂടി വിശിഷ്ടരായ സ്ലീഹന്മാരുടെ തലവന്മാരെന്ന് പരിശുദ്ധ സഭ വിശേഷിപ്പിക്കുന്ന പത്രോസിന്റെയും പൗലോസിന്റെയും ഓർമ്മ പെരുന്നാള് തലേന്ന് 29-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പതിയെ സ്ലീഹന്മാരോടൊത്ത് നമുക്ക് ഒന്ന് സഞ്ചരിച്ചാലോ. തെരഞ്ഞെടുക്കപ്പെട്ടതാണ്, വിളിച്ച് യേശുവിനാൽ വേർതിരിക്കപ്പെട്ടതാണ്. എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം ആദ്യ അധ്യായത്തില് യേശുവിന്റെ മൊഴി കിടപ്പുണ്ട്. അന്ത്രയോസും സഹോദരനായ ശെമോനൊക്കെയാണ് കേട്ടത്. പത്രോസും അന്ത്രയോസുമാണ് ആ തുടക്കത്തിൽ കൂട്ടിയിരുന്നത്. ഉടൻ തന്നെ സബദിയുടെ മക്കളും സഹോദരങ്ങളുമായ യാക്കോബും യോഹന്നാനും ആ കൂട്ടത്തിലേക്ക് ചേരുന്നുണ്ട്. എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. ഒരു വല്ലാത്ത വിളിയായിരുന്നു അത്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭഘട്ടമെടുത്താല് പൊതുജനങ്ങൾക്കിടയിൽ താൻ വളരെ സമ്മതനായിരുന്നു. ക്രമേണ യഹൂദ നേതാക്കന്മാർക്ക്, മത ആചാര്യന്മാർക്ക് തന്നോടുള്ള ശത്രുത വർദ്ധിച്ചു വന്നു. ആ സാഹചര്യത്തിൽ യേശു ലോകത്തില് തുടർന്ന് നിർവഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൗത്യം തന്റെ മരണത്തോടെ നിലച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുകയും അത് തുടർന്നു കൊണ്ടുപോകുന്നതിന്, തുടർന്നും നടത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ആവശ്യമാണെന്ന് കാണുകയാണ്. കർത്താവിന് അത് ബോധ്യപ്പെട്ടതിന്റെ ഫലമാണ് വിശാലമായ തന്റെ ശിഷ്യ സമൂഹത്തിൽ നിന്ന് 12 പേരെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നത്. അവരെത്ര 12 അപ്പോസ്തലന്മാർ. യേശു അവരെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചു. പ്രത്യേക ദൗത്യത്തിനായി അവരെ പരിശീലിപ്പിച്ചു. അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്ത ആ സംഭവം യേശുവിന്റെ ജീവിതത്തിൽ സുപ്രധാനമായ കാൽവെപ്പായിരുന്നു. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അക്കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു. അവരിൽ 12 പേരെ തെരഞ്ഞെടുത്തു. 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച യേശുവിനെ നമ്മൾ ഇതുവരെ ഒന്ന് കണ്ടിട്ടുണ്ടോ? തീർച്ചയായും കണ്ടെത്തണം. ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾക്ക് മുമ്പ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതാനുഭവം, വ്യക്തിപരമായൊരു ജീവിതം നമുക്കും വേണ്ടേ? നമുക്കും ആരംഭിക്കാം ഈ ദിനങ്ങളിൽ അങ്ങനെയൊരു യേശുവുമായിട്ടൊരു പ്രാർത്ഥനാ ബന്ധം. ആമേൻ.